ബിൻസി RJ ബിൻസിയും ശൈത്യയും കൂടി റീ എൻട്രിക്ക് കയറിയത് കൊണ്ട് മാത്രമാണ് അനു ജയിച്ചതെന്നും കമന്റ്സ് വരുന്നുണ്ട്. അങ്ങനെയുണ്ട്, അത് കണ്ടിട്ടില്ലേ? കണ്ടായിരുന്നു? ഇല്ലായിരുന്നു? ഇല്ല, ഞാൻ കണ്ടില്ല. അങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതായത് നിങ്ങൾ റീ എൻട്രിയിൽ കയറിയിട്ട് നിങ്ങള് നിങ്ങളുടെ മനസ്സിലുള്ള ഫീലിങ്സ് ആണ് പറയുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫാമിലി ഓഡിയൻസ് ഇത് കാണുമ്പോഴത്തേക്ക് ഒരാളെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഒരാളെ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് അവര് പക്ഷെ ആ ഒരു വിക്ടിം ആകുന്ന ആളെ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഫിനാലയിൽ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് വോട്ട് കയറിയത്. റീ എൻട്രീസ് വന്നതുകൊണ്ടാണ്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കമന്റ്സ് ആയിരുന്നു അത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം അനു എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാൻ കയറിയപ്പോ തന്നെ ഈ വിനു എന്ന് പറയുന്ന PR ഇട്ട സ്റ്റോറിയാണ് കപ്പ് ഞങ്ങൾ തൂക്കും. ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, വിനു ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ട് സഹിതം നമ്മുടെ ശൈത്യയുടെ അടുത്തുണ്ട്. ശൈത്യ വരുമ്പോൾ നമുക്ക് ചോദിക്കാം. അപ്പം അങ്ങനെ വിനു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, നമുക്ക് ഗെയിമിന്റെ ആ ഒരു ട്രാക്ക് പോകുന്ന കാണുമ്പോഴേ അറിയാം ഇത് അനുവിനുള്ളതാണെന്നുള്ളത്. ഇതിനെങ്ങനെ ഇത്ര കോൺഫിഡൻസോടെ ആദ്യം തന്നെ പറയുന്ന കപ്പ് തൂക്കും എന്നുള്ള കാര്യം? അത് പൈസയുടെ പവർ എന്ന് വേണേ നമുക്ക് പറയാം. മനസ്സിലായി. അപ്പം ഇപ്പൊ അനു തന്നെ എന്റെ അടുത്തൊക്കെ അനു, ഞാൻ ആ വഴക്കിന്റെ ഇടയ്ക്കും പറയുന്നുണ്ട്, അല്ലാണ്ടും പറയുന്നുണ്ട്, അനു പറഞ്ഞതാണ് നമ്മുടെ അടുത്ത് 16 ലക്ഷം കൊടുത്തു എന്നുള്ള കാര്യം. പിന്നെ അത് കൃത്യമായിട്ട് പറയുന്നു, ശൈത്യ പറയുന്നു, ഇപ്പോഴും ഒരു വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്തും പറഞ്ഞതാണ് ഞാൻ ഉള്ള സമയത്ത്. പക്ഷെ അനുവിനത് ഓർമ്മയില്ല. അതിനുശേഷം ലാലേട്ടൻ വന്ന എപ്പിസോഡ് ചോദിക്കുമ്പോൾ അനു പറയുന്നു ഒന്നും കൊടുത്തിട്ടില്ല ലാലേട്ടാന്ന്. അത് കഴിഞ്ഞ് അഞ്ജന നമ്പ്യാർ ഇന്റർവ്യൂല് പറയുന്നത് 1 ലക്ഷം കൊടുത്തു. അപ്പം ഇതിനകത്ത് ഏതാണ് സത്യം എന്ന് അനുവിന് പോലും പറയാതിരിക്കുന്ന അവസ്ഥയാണ് സത്യം പറഞ്ഞത്.